ഇപ്പോൾ 11ാമത്തെ വർക്കൗട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ 10 വർക്കൗട്ടും നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ട് അത് കൃത്യമായിട്ട് അത് റിവിഷൻ ചെയ്തോണം കേട്ടോ. എക്സ്ട്രാ പോയിന്റ്സ് ഒക്കെ ഡിസ്കസ് ചെയ്തത് കൃത്യമായിട്ട് റിവിഷൻ ചെയ്തോണേ. ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 50 ചോദ്യങ്ങളാണ് ചെയ്യുന്നത്. ഇതിൽ 40 ചോദ്യങ്ങൾ വളരെ ഈസിയാണ്, നിങ്ങൾക്ക് നല്ല സ്മൂത്ത് ആയിട്ട് നിങ്ങൾക്ക് പോകും. ഓക്കെ, ബാക്കിയുള്ള 10 ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ്. ഓക്കെ, അപ്പൊ ആ 10 കൂടെയൊക്കെ സെക്യൂർ ചെയ്താലേ നിങ്ങൾക്ക് ഫസ്റ്റ് അടിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, എന്റെ ഒരു ഊഹ ശരിയാണെങ്കിൽ മിക്കവർക്കും 45 എബോ അല്ലെങ്കിൽ 40 എബോ സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. എപ്പോഴൊന്നും ഇല്ലാതെ ഫസ്റ്റ് അടിക്കാൻ ശ്രമിക്കുക. നല്ല വേഗത്തിൽ കമന്റ് ചെയ്ത് ചാടി തന്നെ നിൽക്കുക. സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഒന്നാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഫിറമോണിന് ഉദാഹരണമായത് ഏതാണ്? ഫിറമോണിന് ഉദാഹരണം ഏതെന്നാണ് പിള്ളേരെ ചോദ്യം. ഫിറമോണൊക്കെ നമുക്കിപ്പോൾ സ്ഥിരമായി ചോദിക്കുന്നുണ്ട്. ഓക്കെ പിള്ളേരെ, ഇത് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈസി എന്ന് ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ അറിയാവുന്ന ഇപ്പൊ ഫിറമോൺ എന്താ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫിറമോൺ എന്ന് വെച്ചാൽ ജന്തു ഹോർമോണുകളാണ് അല്ലേ. നമ്മൾ ജന്തുക്കളെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഫിറമോൺ എന്താണെന്ന്, ജന്തു ഹോർമോണുകളാണ്. എന്തിനൊക്കെയാണ്ട, ഇണയെ അട്രാക്ട് ചെയ്യാനായിട്ട്, സഞ്ചാരപാതയ്ക്ക് വേണ്ടിയിട്ട്, പിന്നെ ഫുഡിന്റെ വിവരങ്ങൾ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ജന്തുക്കൾ ഉപയോഗിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, ഫിറമോണുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നിങ്ങൾ നോക്കുക. സൈറ്റോകൈനിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സസ്യ ഹോർമോൺ അല്ലേടാ. സൈറ്റോകൈനിൻ, അതുപോലെ തന്നെ ഓക്സിൻ, അതുപോലെ ജിബർലിൻ, ഇതെല്ലാം എന്താണ്, സസ്യ ഹോർമോണുകളാണ്. അപ്പം ഈ പറയുന്ന ബോംബിക്കോൾ നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ കൂടി, ഇത് SCRT ഉള്ള സാധനം തന്നെയാണ് ബോംബിക്കോൾ. ബോംബിക്കോൾ അറിയത്തില്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് കിട്ടും. സൈറ്റോകൈനിനും ഓക്സിനും ജിബർലിനും എല്ലാം എന്താണ്, സസ്യ ഹോർമോണുകളാണ്. സോ ആൻസർ ബോംബിക്കോൾ. ഓക്കെ, ക്ലിയർ ആണ്. സൈറ്റോകൈനിനും അതുപോലെ ഓക്സിനും ജിബർലിനും ഒക്കെ എന്താണ്ടാ, ഈ പറയുന്ന പ്ലാന്റ് ഹോർമോൺസ് ആണ്. ബോംബിക്കോൾ ആണ് ഈ പറയുന്ന എന്താണ്ട, ഫിറമോൺ ഉദാഹരണം. ഫിറമോൺ എന്തെന്ന് കേട്ടാൽ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നമ്മൾ മുമ്പ് ക്വസ്റ്റ്യൻ ചെയ്തതാണ്. ഈ ജന്തുക്കള് ഇണയെ ആകർഷിക്കാനും അതുപോലെ തന്നെ അതുപോലെ തന്നെ സഞ്ചാരപാത മനസ്സിലാക്കാനും അതുപോലെ ആഹാരത്തിന്റെ ലഭ്യത അറിയിക്കാനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ഹോർമോണുകളെയാണ് ഈ പറയുന്ന ഫിറമോണുകൾ എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ജീവജാലങ്ങളുടെ എക്സിറ്റു സംരക്ഷണത്തിന് ഉദാഹരണം ഏത്? എക്സിറ്റു സംരക്ഷണം ഉദാഹരണം ഏതാണ്ടാ? ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ് ആൻസർ. ബൊട്ടാണിക്കൽ ഗാർഡൻ എക്സിറ്റു സംരക്ഷണം അല്ലെങ്കിൽ എക്സിറ്റു കൺസർവേഷൻ എന്ന് പറയും. ഓക്കെ, നമുക്കറിയാവുന്ന 2 തരം കൺസർവേഷൻ ഉണ്ട് പിള്ളേരെ. ഇൻസിറ്റു കൺസർവേഷൻ, അതുപോലെ ഇപ്പൊ ഈ പറയുന്ന എക്സിറ്റു കൺസർവേഷൻ. ഇൻസിറ്റു കൺസർവേഷനും എക്സിറ്റു കൺസർവേഷനും. എന്താണ് ഇൻസിറ്റ് എന്ന് കേട്ട് കഴിഞ്ഞാൽ, ഒരു ജീവിയെ, അതായത് ജന്തുവിനെയോ സസ്യത്തിനെയോ, ഒരു ജന്തുവിനെയോ സസ്യത്തിനെയോ അതിന്റെ ആവാസ വ്യവസ്ഥയ്ക്ക് ഉള്ളിൽ തന്നെ സംരക്ഷിക്കുന്നതിനെ പറയുന്ന പേരാണ് ഇൻസിറ്റു കൺസർവേഷൻ. മനസ്സിലായ? അതായത് അതിന്റെ ആവാസ വ്യവസ്ഥ എവിടെയാണോ അവിടെ ഇട്ട് തന്നെ സംരക്ഷിക്കുന്നതിനാണ് ഇൻസിറ്റു കൺസർവേഷൻ എന്ന് പറയുന്നത്. ഇൻസിറ്റു കൺസർവേഷൻ ഉദാഹരണങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇൻസിറ്റു കൺസർവേഷൻ ഉദാഹരണങ്ങൾ പറഞ്ഞ ഏതൊക്കെയാണ്ടാ? നാഷണൽ പാർക്കുകൾ ഇൻസിറ്റു കൺസർവേഷൻ ഉദാഹരണമാണ്. വൈൽഡ് ലൈഫ് സാഞ്ചുറികൾ ഇൻസ്റ്റിറ്റ്യൂട്ട് കൺസർവേഷൻ ഉദാഹരണമാണ്. ബേർഡ് സാഞ്ചുറികൾ ഇതിന് ഉദാഹരണമാണ്, ഇൻസ്റ്റിറ്റ്യൂട്ട് കൺസർവേഷൻ ഉദാഹരണമാണ്. ഓക്കെ, പിന്നെ നമ്മൾ ബയോസ്ഫിയർ റിസർവുകൾ അല്ലെ, ബയോസ്ഫിയർ റിസർവുകള്, കമ്മ്യൂണിറ്റി റിസർവുകള്, പിന്നെ നമ്മൾ പഠിച്ചിട്ടുള്ളത് തന്നെയാണ് കാവുകൾ. ഇതെല്ലാം ഇൻസ്റ്റിറ്റ്യൂട്ട് കൺസർവേഷൻ ഉദാഹരണമാണ്. ഓക്കെ, ക്ലിയർ ആണേ. നാഷണൽ പാർക്കുകൾ അതായത് ദേശീയോദ്യാനങ്ങള്, പിന്നെ വൈൽഡ് ലൈഫ് സാഞ്ചുറികൾ അതായത് വന്യജീവി സങ്കേതങ്ങള്, പക്ഷി സങ്കേതങ്ങള്, ബയോസ്ഫിയർ റിസർവുകള്, കമ്മ്യൂണിറ്റി റിസർവുകള്, കാവുകൾ, ഇതെല്ലാം ഇൻസ്റ്റിറ്റ്യൂട്ട് കൺസർവേഷൻ ഉദാഹരണമാണ്. ഓക്കെ, നാഷണൽ പാർക്ക്, വൈൽഡ് ലൈഫ് സാഞ്ചുറികൾ, ബേർഡ് സാഞ്ചുറികൾ, ബയോസ്ഫിയർ റിസർവുകള്, കമ്മ്യൂണിറ്റി റിസർവുകൾ, കാവുകൾ. ഇനി എന്താണ് എക്സിറ്റീവ് കൺസർവേഷൻ എന്ന് പറയുന്നത്? എക്സിറ്റീവ് കൺസർവേഷൻ എന്താണ്ടാ? ആവാസ വ്യവസ്ഥയ്ക്ക് അകത്തിട്ട് സംരക്ഷിക്കുന്നതിനെയാണ് ഇൻസിറ്റീവ് കൺസർവേഷൻ എന്ന് പറയുന്നത്. ആവാസ വ്യവസ്ഥയ്ക്ക് ഉള്ളിൽ തന്നെ സംരക്ഷിക്കുന്നതിനെയാണ് ഇൻസിറ്റീവ് കൺസർവേഷൻ എന്ന് പറയുന്നത്. അപ്പൊ എക്സിറ്റീവ് കൺസർവേഷൻ നേരെ ഓപ്പോസിറ്റ്, ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത് കൊണ്ടുപോകും അല്ലേ. അപ്പൊ അതിന്റെ ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത് കൊണ്ടുവന്ന് സംരക്ഷിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? എക്സിറ്റീവ് കൺസർവേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇപ്പൊ ഈ പറഞ്ഞ ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന് പറയുന്നത്,
ആ ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന് പറഞ്ഞാൽ ഒരു എക്സിറ്റീവ് കൺസർവേഷൻ ആണ് ബൊട്ടാണിക്കൽ ഗാർഡൻ. ഓക്കെ, അതുപോലെ തന്നെ സുവോളജിക്കൽ പാർക്ക്. നമ്മൾ ഈ സൂ എന്ന് പറയുന്നതിന്റെ പൂർണ്ണ രൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്ടാ? സുവോളജിക്കൽ പാർക്ക് ആണ് അല്ലെ? സൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുവോളജിക്കൽ പാർക്കാണ്. സുവോളജിക്കൽ പാർക്കാണ് ഈ സൂ എന്ന് പറയുന്നത് നമ്മൾ. ഓക്കെ, പിന്നെ അടുത്ത് ജീൻ ബാങ്കുകൾ അല്ലെ? ജീൻ ബാങ്കുകൾ ഇതെല്ലാം എന്താണ്? ജീൻ ബാങ്കുകൾ ഇതെല്ലാം എക്സിറ്റീവ് കൺസർവേഷൻ ആണ്. ഓക്കെ, നിങ്ങളൊരു സുവോളജിക്കൽ പാർക്കിൽ പോയിട്ടുണ്ടോ? ഇപ്പൊ തിരുവനന്തപുരത്തും തൃശ്ശൂരൊക്കെ സുവോളജിക്കൽ പാർക്ക് ഉണ്ട്. നമ്മുടെ പുതുതായിട്ട് നമ്മുടെ തൃശ്ശൂർ പുത്തൂർ ഒരു സുവോളജിക്കൽ പാർക്ക് വന്നായിരുന്നു. തൃശ്ശൂർ പുത്തൂര് നിങ്ങൾ സുവോളജിക്കൽ പാർക്കിൽ പോയിട്ടുണ്ടോ? നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ കുറെ ജീവികളെ കാണാം അല്ലേ? മൈസൂർ സുവോളജിക്കൽ പാർക്ക് ഉണ്ട്, നമ്മുടെ തിരുവനന്തപുരത്തുണ്ടേ. നിങ്ങൾ നിങ്ങൾക്ക് മൈസൂരാണ് എളുപ്പം അല്ലേ? നിങ്ങൾക്ക് മലപ്പുറംകാർക്കൊക്കെ മൈസൂരല്ലേ എളുപ്പം? അതും വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇറങ്ങി ഇടയ്ക്കാണ് അങ്ങനെ തിരുവനന്തപുരം മൈസൂരൊക്കെ ആയിട്ട്. ഓക്കെ, പണ്ട് ഈ തിരുവനന്തപുരം ജില്ലയിലെ സ്കൂളുകളിലെ പ്രധാന ടൂർ എങ്ങനെയെന്നറിയാമോ? ഇവിടെ നിന്ന് നമ്മളെ ബസ്സിൽ കയറ്റി നേരെ മ്യൂസിയം സൂ, അവിടെ നിന്ന് നേരെ ശംഖുമുഖത്ത് കൊണ്ടിറക്കും. ശംഖുമുഖത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളാക്കും, വീട്ടിൽ കൊണ്ടാക്കും. പിന്നെ കുറച്ചുകൂടെയൊക്കെ വലുതായപ്പോൾ കുറച്ചുകൂടെ ഒന്ന് അപ്ഡേറ്റ് ആയി, അപ്ഡേറ്റ് അല്ല, കുറച്ച് അപ്ഗ്രേഡ് ആയി. നേരെ നിന്ന് വണ്ടി കയറ്റും, കന്യാകുമാരി കൊണ്ടിറക്കും. കന്യാകുമാരി കുറച്ചു നേരം കറങ്ങും, വീട്ടിൽ കൊണ്ടാക്കും. പിന്നെ വീണ്ടും ഒന്ന് അപ്ഗ്രേഡ് ആയി, നേരെ ഇവിടെ നിന്ന് വണ്ടി കയറ്റും, വീഗാലാൻഡിൽ കൊണ്ടിറക്കും. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവിടെ കിടക്കും, കൊണ്ട് വീട്ടിലാക്കും. ഇതൊക്കെയാണ് നമ്മുടെ കാലത്തെ പ്രധാനപ്പെട്ട ടൂറുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ പിള്ളേരെ? അപ്പൊ നമ്മൾ ഈ സൂവിൽ കാണുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സൂവിൽ കാണുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും അവിടെ ഉള്ളതല്ല. അതിന്റെ ആവാസ അവസ്ഥ അവിടെയല്ല, അത് വേറെ സ്ഥലത്ത് നിന്ന് പിടിച്ചുകൊണ്ടൊന്ന് അവിടെ എത്തിക്കുന്നതാണ്. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെയാണ് നമ്മൾ എൻസിറ്റു അല്ല ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ എക്സിറ്റീവ് കൺസർവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ബൊട്ടാണിക്കൽ ഗാർഡൻ എക്സിറ്റീവ് കൺസർവേഷൻ ആണ്, സുവോളജിക്കൽ പാർക്ക് എക്സിറ്റീവ് കൺസർവേഷൻ ആണ്, ജീൻ ബാങ്കും എക്സിറ്റീവ് കൺസർവേഷൻ ആണ്. നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ബൊട്ടാണിക്കൽ ഗാർഡൻ PSC ചോദിക്കാറുണ്ട്. എന്താണ്? ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അത് എവിടെയാണ്? അത് ഞങ്ങളുടെ സ്വന്തം തിരുവനന്തപുരം പാലോടാണ് കേട്ടോ. തിരുവനന്തപുരം പാലോടാണ്. ഓക്കെ, ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പാലോടാണ്. ജീൻ ബാങ്കും നമ്മളെ തിരുവനന്തപുരത്ത് ഒരെണ്ണമുണ്ട്. തിരുവനന്തപുരത്ത് ഒരു ജീൻ ബാങ്ക് ഉണ്ട്. ഏതാണ്ടാ? രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി. അത് എവിടെയാണ്? തിരുവനന്തപുരത്ത്. രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി തോന്നക്കലല്ല, പൂജപ്പുര. വളരെ പൂജപ്പുരയാണ് രാജീവ് ഗാന്ധി സെന്റർ ഫോർ. ആദർ സാറിന്റെ വീട് പാലോടാണ് കേട്ടോ. ഓക്കെ, പൂജപ്പുരയാണ്. രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി പൂജപ്പുരയാണ്. ഓക്കെ, ക്ലിയർ ആണ്. ശരി, അപ്പൊ ആരുടെ ക്വസ്റ്റ്യൻ സെറ്റ് ആണല്ലോ. അപ്പൊ ഇൻസ്റ്റിറ്റ്യൂട്ട് കൺസർവേഷനും എക്സിറ്റീവ് കൺസർവേഷനും മനസ്സിലായല്ലോ? മനസ്സിലായി. ഉദാഹരണങ്ങൾ ഇതുപോലെ ചോദിക്കും, ഉദാഹരണം ഇട്ടായിരിക്കും ചോദിക്കുന്നത് കേട്ടോ. ഓക്കെ, ശരി. അടുത്ത് 2023 വൈദ്യശാസ്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചത് ഏത് രോഗത്തിനെതിരെയുള്ള വാക്സിൻ കണ്ടെത്തിയതിനാണ്? 2023 വൈദ്യശാസ്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചത് ഏത് രോഗത്തിനെതിരെ വാക്സിൻ കണ്ടെത്തിയതിനാണ്? വളരെ ഏതാണ് ആൻസർ? കോവിഡ്-19 ആണ് അല്ലേ? കോവിഡ്-19 ആണ് കിട്ടിയത്. കോവിഡ്-19 വാക്സിൻ കണ്ടെത്തിയതിനാണ്. ഓക്കെ, ആർക്കാ കിട്ടിയത് 2023? കാറ്റ്ലിൻ കരിക്കോയ്ക്കും ഡ്രൂ വൈസ്മാനും അല്ലേ? അതെ, കാറ്റലിൻ കരിക്കോ. അതുപോലെ തന്നെ ആരാണ്? ഡ്രൂ വൈസ്മാൻ. ഓക്കെ, ഡ്രൂ വൈസ്മാൻ. കാറ്റലിൻ കരിക്കോ, ഡ്രൂ വൈസ്മാൻ. ഓക്കെ, ഡിഗ്രി ലെവൽ പരീക്ഷ ഉള്ള ആൾക്കാര് 2022, 23, 24 3 നൊബേലും നോക്കണം, റീസൺസ് നോക്കണം. അതുപോലെ തന്നെ അവരുടെ സംസ്ഥാനത്തിലുള്ള രാജ്യവും നോക്കി വെച്ചോണം. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സിൽ ലേറ്റസ്റ്റ് ആയി ചോദിക്കുന്നതോടൊപ്പം തന്നെ 2 വർഷം പുറകോട്ടുള്ള കാര്യങ്ങൾ കുറെ കയറി ചോദിക്കും. ചിലപ്പം കഴിഞ്ഞ 2024 ഡിഗ്രി ഫിലിംസിലൊക്കെ 2019-ലെയും 20-ലെയും കാര്യങ്ങൾ വരെ കയറി ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത്രത്തോളം നോക്കി വെച്ചോണം. അപ്പൊ റിവിഷൻ ചെയ്യുമ്പോൾ അത് മനസ്സിലുണ്ടാവണം. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത, നിപ്പ രോഗത്തിന് കാരണമായ രോഗാണു ഏതാണ്? നിപ്പ രോഗത്തിന് കാരണമായ രോഗാണു ഏതാണ്? നിപ്പ രോഗത്തിന് കാരണമായ രോഗാണു ഏതാ പിള്ളേരെ?
അത് വൈറസ് ആണ് അല്ലേ, വൈറസ് ആണ്. നിപ്പ രോഗത്തിന് കാരണമായ രോഗാണു വൈറസ് ആണ്. ഓക്കെ, നിപ്പ നമ്മൾ ഇന്നലെ പഠിച്ചു. നിപ്പ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്ത ഇന്ത്യയിൽ എവിടെയാണ് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത്? നമ്മൾ വേറെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു നിപ്പ ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് ഏത് വർഷം? ഒന്ന് ഓർത്ത് പറഞ്ഞേ. നിപ്പ ഇന്ത്യയിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് 2000. കൊള്ളാം, അങ്ങനെ പറയണം, അങ്ങനെ ഓർത്ത് പറയണം. 2001 വെസ്റ്റ് ബംഗാള് സിലിഗുരി അല്ലേ? 2001 വെസ്റ്റ് ബംഗാൾ സിലിഗുരി. 2001 വെസ്റ്റ് ബംഗാൾ സിലിഗുരിയിലാണ് നിപ്പ റിപ്പോർട്ട് ചെയ്തത്. നിപ്പ രോഗം ബാധിക്കുന്നത് എന്തിനെയാണ്? നിപ്പ രോഗം ബാധിക്കുന്നത് ഏത് അവയവത്തെയാണ് നിപ്പ രോഗം ബാധിക്കുന്നേ? പ്രധാനമായും ശ്വാസകോശത്തെ തന്നെയാണ് ബാധിക്കുന്നത് അല്ലേ? ശ്വാസകോശത്തെയാണ്. നമ്മളെ കോവിഡ് പോലെ തന്നെ നിപ്പയും പ്രധാനമായും ബാധിക്കുന്നത് ശ്വാസകോശത്തെ തന്നെയാണ്. ശ്വാസകോശം. ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ, നിപ്പ പരത്തുന്നത് ഏത് ജീവിയും ചോദിച്ചിട്ടുണ്ട്. നിപ്പ പരത്തുന്നത് ഏത് ജീവിയാ? നിപ്പ പരത്തുന്നത് ഏത് ജീവിയാ? സാദാ ബാറ്റാണോ? സാദാ ബാറ്റാണോ നമുക്ക് ചോദിച്ചത്? സാദാ ബാറ്റല്ല, പഴംതീനി വവ്വാലുകളാണ് കേട്ടോ. പഴംതീനി വവ്വാലുകളാണ് നിപ്പ പരത്തുന്നത്. പഴംതീനി വവ്വാലുകളാണ് നിപ്പ പരത്തുന്നത് കേട്ടോ. നിപ്പ പരത്തുന്നത്. ഓക്കെ, ക്ലിയർ ആണ്. ശരി, ധവളപ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രവർത്തനമേത്? ധവളപ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രവർത്തനമാണ് പ്രകീർണനം. ഏതാ പിള്ളേരെ? പ്രകീർണനമാണ്. ധവളപ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രവർത്തനമാണ് പ്രകീർണനം. ഓക്കെ, ധവളപ്രകാശത്തിന്റെ ഘടകവർണ്ണങ്ങളെ കണ്ടെത്തിയത് ആരാണ്? ധവളപ്രകാശത്തിന്റെ ഘടകവർണ്ണങ്ങളെ കണ്ടെത്തിയത് ആരാണ്? ധവളപ്രകാശത്തിന്റെ ഘടകവർണ്ണമാണ് വിബ്ജിയോർ അല്ലേ പിള്ളേരെ? വിബ്ജിയോർ ആണ് ധവളപ്രകാശത്തിന്റെ ഘടകവർണ്ണം എന്ന് പറയുന്നത്. അതായത് വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. ഇതാണ് ധവളപ്രകാശത്തിന്റെ ഘടകവർണ്ണങ്ങൾ. ഘടകവർണ്ണങ്ങളെ കണ്ടെത്തിയത് ഐസക് ന്യൂട്ടൻ ആണ് അല്ലെ? ഐസക് ന്യൂട്ടൻ ആണ് കണ്ടെത്തിയത്. ഓക്കെ, ഐസക് ന്യൂട്ടൻ കണ്ടെത്തിയത്. എങ്കിൽ ആർക്ക് പറയാം പ്രാഥമിക വർണ്ണങ്ങളെ കണ്ടെത്തിയത് ആര്? പ്രാഥമിക വർണ്ണങ്ങളെ കണ്ടെത്തിയത് തോമസ് യങ്. ഓക്കെ, ഇവിടെ ഞാൻ ചോദിക്കുന്നുമ്പോ നിങ്ങൾ ടൈപ്പ് ചെയ്ത് വെക്കുകയാണേ. തോമസ് യങ്. നിങ്ങൾക്ക് അറിയാം, ഞാൻ ഘടകവർണ്ണങ്ങൾ ചോദിച്ചാൽ അടുത്ത ഞാൻ ഇത് തന്നെ ചോദിക്കുമെന്ന് നിങ്ങൾക്ക് അറിയാം. ഓക്കെ, എങ്കിലേ തോമസ് യങ്ങിൽ ഞാൻ വേറൊരു ചോദ്യം ഞാൻ മനസ്സിൽ ഞാൻ വെച്ചിട്ടുണ്ട്. അത് ഏതാന്ന് പറ. തോമസ് യങ്ങില് ഒരു ചോദ്യം ഞാൻ മനസ്സിൽ വെച്ചിട്ടുണ്ട്. ഏതെന്ന് പറ. അത് തന്നെ, എനർജി, ഊർജം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത്. ഓക്കെ, ഊർജം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് തോമസ് യങ് ആണ്. ഓക്കെ, ക്ലിയർ ആണ്. ശരി, അടുത്ത് ആദ്യമായി ഫുട്ബോൾ ലോകകപ്പ് കിട്ടിയത് ഉറുഗ്വേ എന്ന രാജ്യത്തിനാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ തവണ ഫുട്ബോൾ ലോകകപ്പ് കിട്ടിയത് ഏത് രാജ്യത്തിനാണ്? ഏറ്റവും കൂടുതൽ തവണ ഫുട്ബോൾ ലോകകപ്പ് കിട്ടിയത് ബ്രസീലിനാണ് അല്ലെ? ബ്രസീലിനാണ് ഏറ്റവും കൂടുതൽ തവണ ഫുട്ബോൾ ലോകകപ്പ് കിട്ടിയത്. എന്നാൽ 2022 ലോകകപ്പ് കിട്ടിയത് ആർക്കാണ്? അർജന്റീനയ്ക്കാണ്. 2022 ലോകകപ്പ് കിട്ടിയത് അർജന്റീനയ്ക്കാണ്. അർജന്റീന ലോകകപ്പ് നേടിയ വർഷങ്ങൾ ആർക്ക് പറയാം? 1978 കിട്ടി, 1986 കിട്ടി, 2022 കിട്ടി. ഓക്കെ, ചോദിക്കുകയാണെ 2022 ഖത്തർ ലോകകപ്പില് ഈ അർജന്റീനയുടെ ക്യാപ്റ്റൻ ആരായിരുന്നു? ലയണൽ മെസ്സി. ഓക്കെ, കുഴപ്പമില്ല, ലയണൽ മെസ്സി. എങ്കിൽ പറ, അർജന്റീനയുടെ കോച്ച് ആരായിരുന്നു? 2022 ഖത്തർ ലോകകപ്പിൽ അർജന്റീനയുടെ കോച്ച് ആരായിരുന്നു? ലയണൽ സ്കലോനി. എന്താണ്ട? ലയണൽ സ്കലോനി ആയിരുന്നു എന്ത് കോച്ച്. ക്ലിയർ ആണല്ലോ. ഗോളി ആരായിരുന്നു? ഗോൾഡൻ ഗ്ലൗ ഒക്കെ ലഭിച്ച ഗോളി. നമുക്കറിയാം മെസ്സിക്കാണ് എന്ത് കിട്ടിയത്? മെസ്സിക്ക് എന്താ കിട്ടിയത്? ഗോൾഡൻ ബോൾ ആണോ ഗോൾഡൻ ബൂട്ട് ആണോ കിട്ടിയത്? ഗോൾഡൻ ബൂട്ട്. ടൂർണമെന്റിലെ മികച്ച താരത്തിനുള്ള ഗോൾഡൻ ബൂട്ടാണ് മെസ്സിക്ക് കിട്ടിയത്. ഗോൾഡൻ ബൂട്ടാണ്, അല്ല ഗോൾഡൻ ബൂട്ടല്ല, ഗോൾഡൻ ബാൾ ആണ് ലഭിച്ചത്. ഗോൾഡൻ ബാള്. ബൂട്ട് ലഭിച്ചത് ആർക്കാ? ബൂട്ട് ലഭിച്ചത് എംബപ്പയ്ക്കാണ്. ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരത്തിനുള്ള ബൂട്ട് ലഭിച്ചത് കിലിയൻ എംബപ്പയ്ക്കാണ് ബൂട്ട് ലഭിച്ചത്. എംബപ്പയ്ക്കാണ് ബൂട്ട് ലഭിച്ചത്. എംബപ്പ ഏത് രാജ്യമാ? എംബപ്പെ ഫ്രാൻസ് ആണ്. ഫ്രാൻസ്. എംബപ്പയ്ക്കാണ് ബൂട്ട് ലഭിച്ചത്. എംബപ്പെ രാജ്യം ഫ്രാൻസ് ആണ്.
ഓക്കെ, മെസ്സിക്കാണ് ഗോൾഡൻ ബോൾ ലഭിച്ചത്. ഗോൾഡൻ ബോൾ ലഭിച്ചത് മെസ്സിക്കാണ്. ഓക്കെ, ഇനി ഗോൾഡൻ ഗ്ലൗ, മികച്ച ഗോളിക്കുള്ള ഗോൾഡൻ ഗ്ലൗ ലഭിച്ചത് ആർക്കാണ്? പിള്ളേരെ അത് എമിലിയാനോ മാർട്ടീനസിനാണ് എന്ത് ലഭിച്ചതാ? എമിലിയാനോ മാർട്ടീനസിനാണ് ഈ പറയുന്ന ഗോൾഡൻ ഗ്ലൗ ലഭിച്ചത്. അദ്ദേഹവും അർജന്റീനൻ താരമാണ്. പിന്നെ ടൂർണമെന്റിലെ മികച്ച യുവതാരത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? അതും അർജന്റീനൻ താരമായിട്ടുള്ള എൻസോ ഫെർണാണ്ടസിനാണ്. ഓക്കെ, ഇതൊക്കെ ഓർത്തിരിക്കണം. 2022 സംഭവമാണെങ്കിൽ കൂടി ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? ചോദിക്കുന്നുണ്ട്. അപ്പൊ ലയണൽ മെസ്സി ക്യാപ്റ്റൻ, ലയണൽ സ്കലോനി കോച്ച്, എമിലിയാനോ മാർട്ടീനസ് ഗോളി, മികച്ച ഗോളിക്കുള്ള ഗോൾഡൻ ഗ്ലൗ ലഭിച്ചു. എൻസോ ഫെർണാണ്ടസ് മികച്ച യുവതാരം, അർജന്റീനക്കാരനാണ്. അതുപോലെ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരത്തിനുള്ള ഗോൾഡൻ ബൂട്ട് എംബപ്പെ, ഫ്രാൻസ്. ഓക്കെ, കൊള്ളാം. അപ്പൊ ആദ്യമായി ഫുട്ബോൾ ലോകകപ്പ് കിട്ടിയ രാജ്യം ഉറുഗ്വയാണ്. അടുത്ത്, ശ്രീലങ്കയിലെ നിലവിലെ പ്രസിഡന്റിന് തൊട്ട് മുൻപ് പദവിയിൽ ഉണ്ടായിരുന്ന പ്രസിഡന്റ് ആരായിരുന്നു? ആരാണ്? ഓപ്ഷൻ സി ആണ് റെനിൻ വിക്രമസിൻഹെ, അല്ലേ? റെനിൻ വിക്രമസിൻഹയാണ് ആൻസർ കേട്ടോ. റെനിൻ വിക്രമസിൻഹയാണ് ആൻസർ. ഓക്കെ, റെനിൻ വിക്രമസിൻഹയാണ് ആൻസർ. ഓക്കെ, എടാ നിങ്ങൾക്ക് ഓഡിയോ വീഡിയോ ക്ലിയർ ചെയ്യുന്നേടാ. എന്റെ ഈ ഫോണിൽ പക്ഷേ കാണാൻ പറ്റില്ല. ക്ലിയർ തന്നെയല്ല. ഓക്കെ, റെനിൻ വിക്രമസിൻഹയാണ് ആൻസർ. അടുത്തത്, ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥം ചോദിച്ച് PSCക്ക് മടുത്തു, പഠിച്ച് നമുക്കും മടുത്തു. ആരാണ്ട? VP മേനോൻ. ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന പുസ്തകം എഴുതിയത് VP മേനോൻ. ഓക്കെ, KM പണിക്കരുടെ പ്രധാനപ്പെട്ട 4 പുസ്തകം PSC ചോദിക്കുന്നത് പറഞ്ഞടാ. സർദാർ KM പണിക്കരുടെ 4 പുസ്തകം. ഒന്നാമത്തെ പുസ്തകം ഹിസ്റ്ററി ഓഫ് കേരള സർദാർ KM പണിക്കരുടെ പുസ്തകമാണ്. ഹിസ്റ്ററി ഓഫ് കേരള സർദാർ KM പണിക്കരുടെ പുസ്തകമാണ്. കേരള സിംഹം എന്നത് സർദാർ KM പണിക്കരുടെ പുസ്തകമാണ്. പറങ്കിപ്പടയാളി എന്നതും KM പണിക്കരുടെ പുസ്തകമാണ്. അതുപോലെ തന്നെ രണ്ട് ചൈനകൾ ഇതും KM പണിക്കരുടെ പുസ്തകമാണ്. ഓക്കെ, ഈ 4 കൃതികളും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൃതികളാണ്. ഓക്കെ, ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം KM പണിക്കരാണ്. കേരള സിംഹം എന്ന പുസ്തകം KM പണിക്കരാണ്. പറങ്കിപ്പടയാളി എന്ന പുസ്തകം KM പണിക്കരാണ്. അതുപോലെ രണ്ട് ചൈനകൾ എന്ന പുസ്തകവും KM പണിക്കരാണ്. SN ഭട്നഗർ ഒരു ചോദ്യം പറഞ്ഞേ. ശാന്തി സ്വരൂപ് ഭട്നഗറുടെ ഒരു ക്വസ്റ്റ്യൻ പറയാനുണ്ടോ നിങ്ങൾക്ക്? ഭട്നഗർ ആർക്ക് പറയാം? ഭട്നഗറുടെ ക്വസ്റ്റ്യൻ. എടാ, UGCയുടെ ആദ്യ ചെയർമാൻ യുജിസിയുടെ ആദ്യ ചെയർമാൻ ഭട്നഗർ ആണ്. ഭട്നഗർ പുരസ്കാരം നൽകുന്ന മേഖല ശാസ്ത്രമാണ്. ഓക്കെ, വേഗത്തിൽ പോകാം, സമയം കുറവ്. ചേരുംപടി ചേർക്കുക. ഇരുമ്പുരുക്ക് ശാലകൾ സഹായം നൽകിയ രാജ്യങ്ങൾ. പെട്ടെന്ന് ചേരുംപടി ചേർത്തേടാ. ഇരുമ്പുരുക്ക് ശാലകളും സഹായം നൽകിയ രാജ്യങ്ങളും. പാടില്ല, എളുപ്പമാണ്. ഓക്കെ, ഭിലായിക്ക് സഹായം നൽകിയത് ആരാണ്? ഭിലായിക്ക് സഹായം നൽകിയത് സോവിയറ്റ് യൂണിയൻ ആണ്, അല്ലേ? സോവിയറ്റ് യൂണിയൻ. അപ്പൊ നമുക്ക് 2 സോവിയറ്റ് യൂണിയൻ ഉണ്ട്. ഓക്കെ, അപ്പൊ നോക്കാം. A1 കൊടുത്തു നോക്കാം. A1 കൊടുത്തു. അടുത്ത്, ബൊക്കാറയ്ക്ക് സഹായം നൽകിയത് അതും സോവിയറ്റ് യൂണിയൻ ആണ്. അപ്പൊ നമുക്ക് B2 കൊടുത്തു നോക്കാം, ബാക്കി മാച്ച് ആവാൻ നോക്കാം. റൂർക്കേലയ്ക്ക് സഹായം നൽകിയത് ആരാ? റൂർക്കേലയ്ക്ക് സഹായം നൽകിയത് ജർമ്മനിയാണ്. റൂർക്കേലയ്ക്ക് സഹായം നൽകിയത് ജർമ്മനിയാണ്. ഓക്കെ, അടുത്ത്, ദുർഗാപൂറിന് സഹായം നൽകിയത് ബ്രിട്ടൻ ആണ്. ഓക്കെ, അപ്പം A1, B2, C3, D4 ഓപ്ഷൻ A ആണ് ആൻസർ. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത്, വിദ്യാഭ്യാസത്തെ സംസ്കാരവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് 1979 രൂപീകരിച്ച സ്ഥാപനമായ സെന്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ്ങിന്റെ ആസ്ഥാനം എവിടെയാണ്? ഓക്കെ, വളരെ എളുപ്പമാണ്. ചോദ്യം വലുതാണെങ്കിലും ആൻസർ ഓപ്ഷൻ C, ന്യൂഡൽഹി.
ഇമ്പോർട്ടന്റ് ആണ്. സെന്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ്, വർഷം ഓർത്ത് വെച്ചോണം, ചോദ്യം വരും. വർഷം 1979, സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹി. ഓക്കെ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം കാവ്യാത്മക ശൈലിയിൽ എഴുതിയത് ആര്? ജവഹർലാൽ നെഹ്റു ആണ് ആമുഖം എഴുതിയത് അല്ലേ? ജവഹർലാൽ നെഹ്റു ആണ് ആമുഖം എഴുതിയത്. അപ്പൊ നമുക്ക് അവിടെ വലിയ ഡൗട്ടിന്റെ ആവശ്യമൊന്നുമില്ല. ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ ഡി, ജവഹർലാൽ നെഹ്റു ആണ് ആമുഖം എഴുതിയത്. ഓക്കെ. ആമുഖത്തിന്റെ ശില്പി അദ്ദേഹമാണ്. ഇന്ത്യയിൽ സാമ്പത്തിക വർഷമായി കണക്കാക്കുന്നത് ഫിനാൻഷ്യൽ ഇയർ, ഫിസ്ക്കൽ ഇയർ. ഓക്കെ, ഫിനാൻഷ്യൽ ഇയർ അല്ലെങ്കിൽ ഫിസ്ക്കൽ ഇയർ ഏതാണ്ട? ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ. ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ് നമ്മുടെ രാജ്യത്ത് ഫിനാൻഷ്യൽ ഇയർ അല്ലെങ്കിൽ ഫിസ്ക്കൽ ഇയർ, സാമ്പത്തിക ഇയർ എന്നൊക്കെ പറയുന്നത്, സാമ്പത്തിക വർഷം എന്നൊക്കെ പറയുന്നത്. ഓക്കെ. ഏപ്രിൽ 1 മാർച്ച് 31 ഏപ്രിൽ 1 മാർച്ച് 31. നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള വിഭവങ്ങളുണ്ട്, എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനില്ലതാനും. ഓക്കെ, ആര് പറഞ്ഞതാണ്? ഗാന്ധിജി. ഗാന്ധിജിയുടെ വാക്കുകളാണ്. സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യം കൂടിയാണ്. നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള വിഭവങ്ങളുണ്ട്, എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാൻ ഇല്ലതാനും. ഓക്കെ, ക്ലിയർ ആണ്. ശ്രീലങ്കൻ ക്രിക്കറ്റ് ഇതിഹാസം മുത്തയ്യ മുരളീധരന്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങിയ ചലച്ചിത്രം 800. ഏതാ പിള്ളേരെ? 800 ആണ്. 800. ഓക്കെ. ഈ ഗോൾ ആരുടെ ആത്മകഥ എന്നറിയാം? അവിടെ ദ ഗോൾ എന്നൊരു ആത്മകഥ എഴുതിയ വ്യക്തിയുണ്ട്. ദ ഗോൾ എന്ന ആത്മകഥ എഴുതിയ വ്യക്തിയുണ്ട്. ധ്യാൻചന്ദ്. ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെടുന്ന ധ്യാൻചന്ദിന്റെ ആത്മകഥയാണ് ഗോൾ. ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെടുന്ന ധ്യാൻചന്ദിന്റെ ആത്മകഥയാണ് ഗോൾ. ധ്യാൻചന്ദിന്റെ ജന്മദിനം ആർക്ക് പറയാം? ധ്യാൻചന്ദിന്റെ ജന്മദിനം ഓർത്ത് പറ പിള്ളരെ. ധ്യാൻചന്ദിന്റെ ജന്മദിനം ഓഗസ്റ്റ് 29 ഓഗസ്റ്റ് 29 നമ്മൾ എന്തായിട്ട് ആചരിക്കുന്നു? ഓഗസ്റ്റ് 29 ദേശീയ കായിക ദിനമാണ് ഓഗസ്റ്റ് 29, ദേശീയ കായിക ദിനം. കേരളത്തിലെ കായിക ദിനം ഒക്ടോബർ 13 കേരളത്തിൽ കായിക ദിനം ഒക്ടോബർ 13. ആരുടെ ജന്മദിനം? GV രാജ, ഗോദവർമ്മ രാജ, കേണൽ GV രാജ. കേണൽ GV രാജയുടെ ജന്മദിനം അതാണ് ഒക്ടോബർ 13. കേരളത്തിലെ കായിക ദിനമായിട്ട് ആചരിക്കുന്നു. കായിക കേരളത്തിന്റെയും കേരള ടൂറിസത്തിന്റെയും പിതാവാണ് GV രാജ കേട്ടാ. കായിക കേരളത്തിന്റെയും കേരള ടൂറിസത്തിന്റെയും പിതാവാണ് GV രാജ അല്ലെങ്കിൽ ഗോദവർമ്മ രാജ, കേണൽ ഗോദവർമ്മ രാജ. ഓക്കെ, ശരി. GV രാജ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് എവിടെന്നറിയോ? GV രാജ സ്കൂൾ തിരുവനന്തപുരത്താണ്. GV രാജ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് കേട്ടോ, തിരുവനന്തപുരത്താണ്. ഓക്കെ, തിരുവനന്തപുരം അരുവിക്കര മൈലം എന്ന് പറയും. തിരുവനന്തപുരം അരുവിക്കര മൈലം എന്ന് പറയും. ഓക്കെ. ലോക അധ്യാപക ദിനം. ലോക അധ്യാപക ദിനം സെപ്റ്റംബർ 5 കുറെ എണ്ണം അതിന്റെ പിറകെ പോയേന. എടാ, ഇന്ത്യയിലെ അധ്യാപക ദിനം, ദേശീയ അധ്യാപക ദിനം സെപ്റ്റംബർ 5, ലോക അധ്യാപക ദിനം ഒക്ടോബർ 5 കേട്ടോ. ലോക അധ്യാപക ദിനം ഒക്ടോബർ 5 കേട്ടോ. ഒക്ടോബർ 5 ലോക അധ്യാപക ദിനം. ഓക്കെ, ക്ലിയർ ആണ്. ജനുവരി 25 എന്തെങ്കിലും ഓർത്ത് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? ജനുവരി 25 ഓർത്ത് പറഞ്ഞേ. ജനുവരി 25 ജനുവരി 25 ദേശീയ സമ്മതിദായക ദിനം, നാഷണൽ വോട്ടേഴ്സ് ഡേ ആണ്. അതുപോലെ ദേശീയ വിനോദസഞ്ചാര ദിനം, ടൂറിസം ദിനവും, ദേശീയ സമ്മതിദായക ദിനവും ദേശീയ വിനോദസഞ്ചാര ദിനവും ജനുവരി 25 മാർച്ച് 4 ദേശീയ സുരക്ഷാ ദിനമാണ് കേട്ടോ. ദേശീയ സുരക്ഷാ ദിനം മാർച്ച് 4. ദേശീയ സുരക്ഷാ ദിനം മാർച്ച് 4. ഓക്കെ. ജൂൺ 15 എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ പറ. ജൂൺ 15 എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ. എനിക്ക് കിട്ടല്ല. ഓക്കെ, ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമന്റ് ചെയ്യുക. ഓക്കെ, ഇല്ല, ആർക്കും അറിയത്തില്ല. അടുത്ത്, താഴെ തന്നിരിക്കുന്നവയിൽ ശ്രീനാരായണ ഗുരുവുമായി ബന്ധമില്ലാത്ത കാര്യം ഏതാണ്? പ്രീവിയസ് ചോദ്യമാണ്. PSC ഡിലീറ്റ് ചെയ്തു. ഓക്കെ, നിങ്ങൾ അറ്റൻഡ് ചെയ്ത് നോക്കിയേ. ഓക്കെ, സംഘടന കൊണ്ട് ശക്തരാകാൻ ആഹ്വാനം ചെയ്തു അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക.
വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരുവാണ്. മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചു. ഇപ്പൊ ഈ പറയുന്ന വ്യക്തിയുടെ പേരിൽ ഒരു ജാതിയുണ്ട്. ഓക്കെ, മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചു. അടുത്ത് 1903 SNDP സ്ഥാപിച്ചു. 1903 SNDP സ്ഥാപിച്ചു. ആലുവ മണപ്പുറത്ത് ശിവലിംഗ പ്രതിഷ്ഠ. ഓക്കെ, അത് PSC അന്നെടുത്ത ആൻസർ അതായിരുന്നു കേട്ടാ. പിന്നെ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തു കേട്ടോ. അതിന് വ്യക്തമായ തെളിവുകൾ ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യം അറിയാത്തത് കൊണ്ടായിരിക്കും ഡിലീറ്റ് ചെയ്തത്. ഓക്കെ, അദ്ദേഹം ശിവപ്രതിഷ്ഠ നടത്തിയത് എവിടെയാണ്? അരുവിപ്പുറത്ത് നടത്തിയിട്ടുണ്ട് കേട്ടോ. അരുവിപ്പുറത്താണ് നടത്തിയിട്ടുള്ളത്. ഓക്കെ, ശരി. അടുത്ത ചോദ്യം, ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗം നേതാവായ മലയാളി ആരാണ്? ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗം നേതാവായ മലയാളിയാണ് ക്യാപ്റ്റൻ ലക്ഷ്മി. ക്യാപ്റ്റൻ ലക്ഷ്മി. ആ വനിതാ വിഭാഗത്തിന്റെ പേരെന്ന് പറഞ്ഞേടാ. വനിതാ വിഭാഗത്തിന്റെ പേരെന്താണ്? വനിതാ വിഭാഗത്തിന്റെ പേരാണ് ഝാൻസി റാണി റെജിമെന്റ്. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗത്തിന്റെ നേതാവായിരുന്നു ക്യാപ്റ്റൻ ലക്ഷ്മി. ഈ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗത്തിന്റെ പേരാണ് ഝാൻസി റാണി റെജിമെന്റ്. ഈ ഇന്ത്യൻ നാഷണൽ ആർമി INA സ്ഥാപിച്ചതാരാ? ഇന്ത്യൻ നാഷണൽ ആർമി അല്ലെങ്കിൽ INA സ്ഥാപിച്ചത് ആരാണ്? രാഷ് ബിഹാരി ബോസാണ് INA സ്ഥാപിച്ചത്. വളരെ INA സ്ഥാപിച്ചത് ആരെന്ന് കേട്ട് കഴിഞ്ഞാല് അത് രാഷ് ബിഹാരി ബോസ് ആണ്. രാഷ് ബിഹാരി ബോസ് ആണ് INA സ്ഥാപിച്ചത് കേട്ടാ. എന്നാൽ INA ശക്തിപ്പെടുത്തിയത് ആര് എന്ന് കേട്ടാൽ ആരാണ്? INA സ്ഥാപിച്ചത് രാഷ് ബിഹാരി ബോസ് ആണ്. INA ശക്തിപ്പെടുത്തിയതാണ് സുഭാഷ് ചന്ദ്രബോസ്. INA-യുടെ വനിതാ വിഭാഗമായിട്ടുള്ള ഝാൻസി റാണി റെജിമെന്റിന് രൂപം നൽകിയത് രാഷ് ബിഹാരി ബോസ് ആണോ അതോ സുഭാഷ് ചന്ദ്രബോസ് ആണോ? ഝാൻസി റാണി റെജിമെന്റിന് രൂപം നൽകിയത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഝാൻസി റാണി റെജിമെന്റിന് രൂപം നൽകിയ സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഝാൻസി റാണി റെജിമെന്റിന്റെ നേതാവായ മലയാളിയാണ് ക്യാപ്റ്റൻ ലക്ഷ്മി. ഓക്കെ, അടുത്ത ചോദ്യം, കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപിതവുമായി ബന്ധപ്പെട്ട വ്യക്തി ആരാണ്? കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപിതവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ആരുടെ പിള്ളേരെ? വള്ളത്തോൾ. നേരെ വായിക്കാതെയൊക്കെ കുറെ ആൾക്കാർ വൈലോപ്പള്ളിക്ക് കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ചോണ്ടിരിക്കത്തേ ഉള്ളൂ. ശ്രദ്ധിച്ച ക്വസ്റ്റ്യൻ എഴുതണം. ഓക്കെ, പോയി. വള്ളത്തോൾ നാരായണ മേനോനാണ് എന്തിന്റെ? കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപകൻ. ഓക്കെ, വള്ളത്തോളാണ്. 1930 തൃശ്ശൂര് ചെറുതുരുത്തിയില് കറക്റ്റ് സ്ഥലം പറയുകയാണെങ്കിൽ വള്ളത്തോൾ നഗർ. ചെറുതുരുത്തിയില് വള്ളത്തോൾ നഗറിലാണ് എന്ത് സ്ഥാപിക്കപ്പെട്ടത്? ചെറുതുരുത്തി വള്ളത്തോൾ നഗറിലാണ് കേരള കലാമണ്ഡലം സ്ഥാപിക്കപ്പെട്ടത്. പക്ഷേ വള്ളത്തോൾ നാരായണ മേനോൻ മാത്രമല്ല ഇതിലുള്ളത്, ഒരു പ്രധാനപ്പെട്ട വ്യക്തിയും കൂടെ ഉണ്ട്. M മുകുന്ദരാജ അല്ലെങ്കിൽ മണക്കുളം മുകുന്ദരാജ. ഇവര് രണ്ടു പേരും ചേർന്നിട്ടാണ് കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് കേട്ടോ. മണക്കുളം മുകുന്ദരാജ, വള്ളത്തോൾ നാരായണ മേനോൻ. 1930 തൃശ്ശൂര് ചെറുതുരുത്തി വള്ളത്തോൾ നഗർ. സ്ഥിതി ചെയ്യുന്നത് ഭാരതപ്പുഴയുടെ തീരത്താണ്. ഭാരതപ്പുഴയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർത്തിരിക്കുക. ഈ വള്ളത്തോൾ നാരായണ മേനോന്റെ ജന്മദിനം നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? വള്ളത്തോൾ നാരായണ മേനോന്റെ ജന്മദിനം ഒക്ടോബർ 16 ആണ്. ഒക്ടോബർ 16 നമ്മൾ എന്തായിട്ട് ആചരിക്കുന്നു? ഇദ്ദേഹത്തിന്റെ ഉള്ള സ്മരണാർത്ഥം ദേശീയ കഥകളി ദിനമായിട്ട് ആചരിക്കാൻ കാരണം കഥകളിയെ ആധുനികവൽക്കരിക്കാൻ പ്രയത്നിച്ച കവിയാണ് വള്ളത്തോൾ നാരായണ മേനോൻ. ഓർത്തിരിക്കുക, കഥകളിയെ ആധുനികവൽക്കരിക്കാൻ പ്രയത്നിച്ച സാഹിത്യകാരനാണ് വള്ളത്തോൾ. ഓക്കെ, അടുത്ത ചോദ്യം, സമപന്തി ഭോജൻ നടത്തിയ കേരളത്തിലെ സാമൂഹിക പ്രവർത്തകനാര്? സമപന്തി ഭോജൻ സ്വാമി വൈകുണ്ഠസ്വാമി. സമപന്തി ഭോജൻ സ്വാമി വൈകുണ്ഠസ്വാമി. ഓക്കെ, പെട്ടെന്ന് പറഞ്ഞോ. മിശ്രഭോജൻ. മിശ്ര മതക്കാര് അയ്യപ്പനെ കാണാൻ പോകും. സഹോദരൻ അയ്യപ്പൻ. മിശ്ര മതക്കാർ അയ്യപ്പനെ കാണാൻ പോകും. എല്ലാ മതത്തിൽപ്പെട്ടവർ അയ്യപ്പനെ കാണാൻ പോകും. അപ്പൊ മിശ്രഭോജൻ, സഹോദരൻ അയ്യപ്പൻ. പ്രീതി ഭോജൻ. പ്രീതിപ്പെടുത്താൻ വേണ്ടി വാക്ക് കൊടുക്കും. പ്രീതിപ്പെടുത്താൻ വേണ്ടി വാക്ക് കൊടുക്കും. വാക്ഫടാനന്ദൻ വാക്ക് കൊടുക്കും അല്ലെ? പ്രീതിപ്പെടുത്താൻ വേണ്ടി വാക്ക് കൊടുക്കുന്നു. പ്രീതി ഭോജൻ വാക്ഫടാനന്ദൻ. ഓക്കെ,
അടുത്ത് പന്തിഭോജൻ 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 തൈക്കാട് അയ്യ പന്തിഭോജൻ തൈക്കാട് തൈക്കാട് അയ്യ പന്തിഭോജൻ തൈക്കാട് അയ്യ തൈക്കാട് അയ്യ. ഓക്കെ. സമപന്തി ഭോജനാകുമ്പം സ്വാമി സമപന്തി ഭോജനാകുമ്പം സ്വാമി വൈകുണ്ഠസ്വാമി. മിശ്രഭോജൻ സഹോദരൻ അയ്യപ്പൻ മിശ്ര മതക്കാർ അയ്യപ്പനെ കാണാൻ പോകുന്ന ഓർത്തിരിക്കുക. പ്രീതി ഭോജൻ വാക്ഫടാനന്ദൻ പ്രീതിപ്പെടുത്താൻ വാക്ക് കൊടുത്തെന്ന് ഓർത്തിരിക്കുക. പന്തി ഭോജൻ തൈക്കാട് അയ്യ. അതുപോലെ പട്ടി സദ്യ അങ്ങോട്ട് ഓർത്തിരിക്കുക. പട്ടി സദ്യ നടത്തിയത് ആരാണ്? പട്ടി സദ്യ പട്ടി ചട്ടമ്പി കേട്ടാ, ചട്ടമ്പി സ്വാമികൾ. പട്ടി സദ്യ നടത്തിയത് ചട്ടമ്പി സ്വാമികൾ, ചട്ടമ്പി സ്വാമികൾ കേട്ടാ. പട്ടി സദ്യ നടത്തിയത് ചട്ടമ്പി സ്വാമികൾ. ഓക്കെ, ക്ലിയർ ആണ്. സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് ആര്? സ്വദേശാഭിമാനി നേടാൻ രാമകൃഷ്ണ പിള്ളയെ കൊണ്ട് എഴുതരുത്, അദ്ദേഹം പത്രാധിപരായിരുന്നു. ഓക്കെ, അതായത് ചീഫ് എഡിറ്റർ ആയിരുന്നു. സ്ഥാപകൻ ആരാണ്ടാ? വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഓക്കെ, വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ച വ്യക്തി. ഇപ്പോഴത്തെ കേന്ദ്ര പഞ്ചായത്തി രാജ് വകുപ്പ് മന്ത്രി ആരാണ്? പഞ്ചായത്തി രാജ് വകുപ്പ് മന്ത്രി ആരാണ്? ഇപ്പോഴത്തെ കേന്ദ്ര പഞ്ചായത്തി രാജ് മന്ത്രി ആരാണ്? ഇതൊക്കെ ഇപ്പൊ ചോദിച്ച ചോദ്യങ്ങളാണ്. രാജീവ് രഞ്ജൻ സിംഗ് ആണ് അല്ലെ പിള്ളേരെ? രാജീവ് രഞ്ജൻ സിംഗ്. രാജീവ് രഞ്ജൻ സിംഗ് ആണ് പഞ്ചായത്തി രാജ് വകുപ്പ് മന്ത്രി. രാജീവ് രഞ്ജൻ സിംഗ് ആണ് കേട്ടോ. ഓക്കെ. പാരീസ് 2024 ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര ജാവലിൻ എറിഞ്ഞ ദൂരം എത്ര? 89.45 മീറ്റർ. 89.45 89.45 മീറ്റർ ദൂരമാണ് ആരെറിഞ്ഞടാ? നീരജ് ചോപ്ര എറിഞ്ഞത്. ഓക്കെ, അതിന്റെ എക്സ്പ്ലനേഷൻ ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ പറഞ്ഞുതരാവേ. മറ്റേ ബാക്കി നമുക്ക് സമയം ലേറ്റ് ആവുന്നു. യുണൈറ്റഡ് നേഷൻസ് മാനവ വികസന സൂചിക പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എത്ര? 2022 സൂചികയാണ് ഇത്. 2024 ചോദിച്ചു. 2024 ചോദിച്ചു പിള്ളേരെ. ആൻസർ എത്ര? ആൻസർ ഓപ്ഷൻ ബി 134. ഓപ്ഷൻ ബി 134. 134. ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത ഗ്രഹം ഏതാണ്? പിള്ളേരെ ബുധനും ഉപഗ്രഹമില്ല. വേറെ ഏതെങ്കിലും ഗ്രഹം ഉണ്ടാ? ബുധനും ഇല്ല, ശുക്രനും ഇല്ല. ഇവിടെ ഓപ്ഷനിൽ ബുധൻ മാത്രമായത് കൊണ്ട് നമുക്ക് ബുധൻ മാത്രം എഴുതിയത്. ബുധനും ശുക്രനും എന്തില്ല? ഉപഗ്രഹങ്ങളില്ല. ഓക്കെ. സൽത്തനത്ത് മുഗൾ കാലഘട്ടത്തിൽ പേർഷ്യൻ സംഗീതത്തിന്റെ സ്വാധീന ഫലമായി രൂപപ്പെട്ട സംഗീത ശൈലി ഏത്? സൽത്തനത്ത് മുഗൾ കാലഘട്ടത്തിൽ പേർഷ്യൻ സംഗീതത്തിന്റെ സ്വാധീന ഫലമായി രൂപപ്പെട്ട സംഗീത ശൈലി ഏതാണ്? പ്രീവിയസ് ചോദ്യമാണ്, നിങ്ങളടുത്തത് പഠിക്കാൻ പറഞ്ഞതാണ്. പഠിച്ച ആൾക്കാരുണ്ട്. ഹിന്ദുസ്ഥാനി സംഗീതം. ഹിന്ദുസ്ഥാനി സംഗീതം. ഓക്കെ, ഹിന്ദുസ്ഥാനി സംഗീതം. ഓക്കെ, അപ്പൊ സൽത്തനത്ത് മുഗൾ കാലഘട്ടത്തിന്റെ പേർഷ്യൻ സംഗീതത്തിന്റെ സ്വാധീന ഫലമായിട്ട് രൂപപ്പെട്ട സംഗീത ശൈലിയാണ് ഹിന്ദുസ്ഥാനി സംഗീതം എന്ന് പറയുന്നത്. ഈ ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കാല്ലേ ലങ്കയിൽ മറ്റേ മടയിൽ പോയി കയറിയത് അല്ലേ? അതിൽ പറഞ്ഞ ഹിന്ദുസ്ഥാനി സംഗീതം അല്ലേ? ആണ്. ഓക്കെ, അടുത്ത് അപ്പൊ അതിങ്ങനെയാണ്. സൽത്തനത്ത് മുഗൾ കാലഘട്ടത്തിൽ പേർഷ്യൻ സംഗീതത്തിന്റെ സ്വാധീന ഫലമായി രൂപപ്പെട്ട സംഗീത ശൈലിയാണ് ഹിന്ദുസ്ഥാനി സംഗീതം. ഓക്കെ. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണവുമായി ബന്ധമില്ലാത്തതാര്? ഇതും PSC ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അന്നെടുത്ത ആൻസർ എസ് രാധാകൃഷ്ണൻ ആണ്. പക്ഷെ അദ്ദേഹത്തിനൊക്കെ ബന്ധമുണ്ട്. ഓക്കെ, ക്ലിയർ ആണ്. അവന്മാരെ റാങ്ക് ഫെയിലും തപ്പിയെടുത്ത ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് അത് ഡിലീറ്റ് ചെയ്തത്. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ നമ്മൾ പ്രഥമ അല്ലെങ്കിൽ പ്രത്യക്ഷമായിട്ട് അദ്ദേഹത്തിന്റെ പേര് കേൾക്കുന്നില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് ബന്ധമുണ്ട്. ഓക്കെ, പക്ഷേ ഇത് തെറ്റായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. PSC ഡിലീറ്റ് ചെയ്തു. അടുത്ത് താഴെ തന്നിരിക്കുന്നതിൽ മൗലിക അവകാശങ്ങളിൽ പെടുന്നവ ഏതെല്ലാം എന്നാണ് ചോദ്യം. ഇതും ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. എന്നാലും കണ്ടുപിടി. നിങ്ങൾ ഉത്തരം കമന്റ് ചെയ്താൽ മതി. മൗലിക അവകാശങ്ങൾ. സമത്വത്തിനുള്ള അവകാശമുണ്ടോ? മൗലിക അവകാശമാണോ? സമത്വത്തിനുള്ള അവകാശമുണ്ട്. സമത്വത്തിനുള്ള അവകാശം കറക്റ്റ് ആണ്. സ്വത്ത് വാങ്ങാനുള്ള അവകാശം മൗലിക അവകാശമല്ല. ഇഷ്ടപ്പെട്ട മതത്തിൽ വിശ്വസിക്കാനുള്ള അവകാശം മൗലിക അവകാശമാണ്. ഭരണഘടനാപരമായിട്ടുള്ള പരിഹാരത്തിനുള്ള അവകാശം മൗലിക അവകാശമാണ്. ഓക്കെ. ഇന്ത്യയിൽ എവിടെയും യാത്ര ചെയ്യാനുള്ള അവകാശം മൗലിക അവകാശത്തിൽ വരുന്നതാണോ? അത് മൗലിക സ്വാതന്ത്ര്യത്തിൽ വരുന്നതാണ്. മൗലിക സ്വാതന്ത്ര്യത്തിൽ വരുന്നതാണ് കേട്ടോ. മൗലിക സ്വാതന്ത്ര്യത്തിൽ വരുന്നതാണ്. ഓക്കെ, ക്ലിയർ ആണ്. മൗലിക സ്വാതന്ത്ര്യത്തിൽ വരുന്നതാണ്. സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം അത് സൗജന്യ നിർബന്ധ വിദ്യാഭ്യാസത്തിന്റെ അവകാശം മൗലിക അവകാശത്തിൽ വരുന്നതാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 1, 3, 4, 6 കേട്ടോ. 1, 3, 4, 6 ആണ് ഈ രീതിയിൽ വരേണ്ടത്. പക്ഷേ ഈ ഒരു പോയിന്റിൽ തന്നെ നമുക്കത് മനസ്സിലായ കാര്യമാണ്. ഇത് മൗലിക സ്വാതന്ത്ര്യമാണെങ്കിൽ കൂടി മൗലിക സ്വാതന്ത്ര്യം മൗലിക അവകാശമാണ് അല്ലേ?
ആർട്ടിക്കിൾ 19 നമുക്ക് മൗലിക സ്വാതന്ത്ര്യം പറയുന്നത്. അത് മൗലിക അവകാശമാണ്. അതുകൊണ്ടാണ് PSC ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തത്. ഓക്കെ, മനസ്സിലായോ? 19D 19D. ഓക്കെ, ക്ലിയർ ആണ്. അപ്പൊ ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ മിസ്റ്റേക്ക് മനസ്സിലായല്ലോ. മൗലിക സ്വാതന്ത്ര്യത്തിൽ വരുന്നതാണ് ഇന്ത്യയിൽ എവിടെ യാത്ര ചെയ്യാം. പക്ഷെ മൗലിക സ്വാതന്ത്ര്യം മൗലിക അവകാശമായത് കൊണ്ടാണ് ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യുക. അപ്പൊ ഇതൊക്കെ ഡിലീറ്റ് ചെയ്യുന്ന നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. ഇതിലൊക്കെ ന്യായമുണ്ട്. ഓക്കെ, നിർദ്ദേശക തത്വങ്ങൾ നടപ്പാക്കുന്നതിനായി സമീപിക്കേണ്ട കോടതി ഏത്? ഏത് കോടതിയിൽ പോയാൽ പറ്റൂടാ? ഒരു കോടതിയിലും പറ്റത്തില്ല. കോടതിയെ സമീപിക്കാനാവില്ല. ഓക്കെ, ഇനി ഞാൻ വേറൊരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടേ. നിർദ്ദേശക തത്വത്തിന്റെ ഫലമായിട്ട് ഏതെങ്കിലും നിയമങ്ങൾ രൂപം കൊണ്ടിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി നമുക്ക് കോടതിയിൽ പോവാം. മനസ്സിലായ? ഏതെങ്കിലും നിയമങ്ങൾ രൂപം കൊണ്ടിട്ടുണ്ടെങ്കിൽ അത് നടപ്പാക്കാൻ നമുക്ക് കോടതിയിൽ പോവാം. ഓക്കെ, ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം, ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം നമ്മുടെ ഇന്ത്യയാണ്. എങ്കിൽ പറഞ്ഞേ, ഏറ്റവും ചെറിയ ഭരണഘടന ആരുടേതാണ്ടാ? ഏറ്റവും ചെറിയത്, ഏറ്റവും ചെറുത് അമേരിക്കയാണ്. ഏറ്റവും ചെറുത് അമേരിക്കയാണ്. ഏറ്റവും പഴക്കം ചെന്നതോ? ഏറ്റവും പഴക്കം ചെന്നതോ? ഏറ്റവും ചെറുതും ഏറ്റവും പഴക്കം ചെന്നതും അമേരിക്ക. ഏറ്റവും ചെറുതും ഏറ്റവും പഴക്കം ചെന്നതും അമേരിക്ക. പാർലമെന്റിന്റെ പ്രധാന ചുമതല എന്ത്? പാർലമെന്റിന്റെ പ്രധാന ചുമതല എന്ത്? പാർലമെന്റിന്റെ പ്രധാന ചുമതല എന്താണ്ടാ? നിയമനിർമ്മാണം. പാർലമെന്റിന്റെ പ്രധാന ചുമതല നിയമനിർമ്മാണം. നിയമനിർമ്മാണം. ഓക്കെ, ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി, ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി സിയാച്ചിൻ. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമിയാണ് സിയാച്ചിൻ. ഈ സിയാച്ചിൻ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നടത്തിയ ഒരു ഓപ്പറേഷൻ ഉണ്ട്. 1984 ഓപ്പറേഷൻ മേഘദൂത്. ഓപ്പറേഷൻ മേഘദൂത്. ഓപ്പറേഷൻ മേഘദൂത്. സിയാച്ചിൻ പിടിച്ചെടുക്കാൻ വേണ്ടി 1984 നമ്മൾ നടത്തിയ ഓപ്പറേഷന്റെ പേര് ഓപ്പറേഷൻ മേഘദൂത്. അടുത്ത, ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങളെ സംബന്ധിച്ച് വിവരങ്ങളിൽ തെറ്റ് എന്നാണ് ചോദ്യം. ഇതും പ്രീവിയസ് ആണ്. PSC ഡിലീറ്റ് ചെയ്തു. ഓക്കെ, ഏതാ അന്നെടുത്ത ആൻസർ? കിഴക്ക് ഫൂട്ടാണെന്നാണ്. കിഴക്ക് ഫൂട്ടാണെന്നാണ് അന്നെടുത്ത ആൻസർ. ഓക്കെ, കിഴക്ക് ഫൂട്ടാണ് എടുത്തത്. ഡിലീറ്റ് ചെയ്തു. കറക്റ്റ് അല്ല, അത് ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് ആണ്. ഓക്കെ, വിട്ടേക്കാതെ. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം രാജ്യങ്ങൾ എവിടെ. അതല്ല, അത് നിങ്ങൾക്ക് മറ്റേ ഇദ്ദേഹം എടുത്തു തന്നില്ലായിരുന്നു സാറ്, നമ്മുടെ നിഖിൽ സാറ്, ഏതൊക്കെ ഭാഗത്ത് ഏതൊക്കെ അതിർത്തി രാജ്യങ്ങൾ വരുന്നതെന്നുള്ളത്. ഒന്നും റിവിഷൻ കിട്ടും നിങ്ങൾക്ക്. അടുത്ത, ഇന്ത്യയുടെ ഭൂപ്രകൃതി സവിശേഷത ഒറ്റയാനെ കണ്ടെത്തുക. ഇന്ത്യയുടെ ഭൂപ്രകൃതിയിൽ നമ്മൾ ഉത്തര പർവ്വത മേഖല ഉണ്ടല്ലേ? ഇവിടെ ഉത്തര പർവ്വത മേഖല ഉണ്ട്, ഉത്തരേന്ത്യൻ സമതലമുണ്ട്, തീരസമതലങ്ങളും ദ്വീപുകളും ഉണ്ട്. ഹിമാലയം ഇന്ത്യയുടെ ഭൂപ്രകൃതിയുടെ ഭാഗമായി വരുന്നതെങ്കിലും ഇന്ത്യയുടെ ഭൂപ്രകൃതിയായിട്ട് അതിനെ പറയാറില്ല. ഓക്കെ, ഇന്ത്യയുടെ ഭൂപ്രകൃതിയാണെന്ന് പറയില്ല. ഏതിൽ വരുന്നതാണ്? ഉത്തര പർവ്വത മേഖലയിൽ വരുന്നതാണ്. ഓക്കെ, അടുത്ത, ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥയിൽ തെറ്റായ വിവരം ഏതെന്നാണ്. ഉഷ്ണകാലത്ത് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന രാജസ്ഥാനിലെ ബാമർ എന്ന സ്ഥലത്താണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മഴക്കാലം തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലമാണ്. ശൈത്യകാലത്ത് പശ്ചിമ ബംഗാളിൽ, നമ്മൾ കഴിഞ്ഞ ക്ലാസ് ചെയ്തതാണ്, ഈ പറയുന്ന പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടുന്ന കാൽ ബൈശാഖി, അത് ശൈത്യകാലത്തല്ല. അതെപ്പോഴാണ്? അത് ഉഷ്ണകാലത്താണ്. ഉഷ്ണകാലത്താണ്. ഈ പറയുന്ന കാൽ ബൈശാഖി ഉഷ്ണകാലത്താണ്. അപ്പൊ അതാണ് തെറ്റ്. മൺസൂണിന്റെ പിൻവാങ്ങൽ വടക്കിഴക്കൻ മൺസൂൺ, അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. മൺസൂണിന്റെ പിൻവാങ്ങൽ വടക്കിഴക്കൻ മൺസൂണാണ്. മൺസൂണിന്റെ ആഗമനം പറഞ്ഞയുടെ ആഗമനം, മൺസൂണിന്റെ ആഗമനം, പിൻവാങ്ങൽ വടക്കിഴക്കനാണെങ്കിൽ ആഗമനം തെക്ക് പടിഞ്ഞാറനാണ് ആഗമനം. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ ഭൂപ്രകൃതി സവിശേഷതകൾ ശരിയേത്? ഭൂപ്രകൃതി സവിശേഷത ശരിയേതാണ് ചോദ്യം. കേരളത്തെ ഭൂപ്രകൃതി നിങ്ങൾക്ക് പഠിക്കാൻ തന്നതാണ്. അക്ഷാംശം രേഖാംശമൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ കിട്ടിയതാണ്, നിങ്ങൾ പഠിച്ചതാണ്. ഒന്ന് ഉത്തരം കണ്ടെത്തിയടാ. കേരളത്തിന്റെ ഭൂപ്രകൃതി 8 ഡിഗ്രി 18 വടക്ക് മുതൽ 12 ഡിഗ്രി 48 വടക്ക് വരെ. ശരിയാണോ? ശരിയാണ്. അത് ശരിയായിട്ടുള്ളതാണ്. ഓക്കെ, അടുത്ത, രേഖാംശം 74 ഡിഗ്രി 52 കിഴക്ക് മുതൽ
77 ഡിഗ്രി 22 മിനിറ്റ് കിഴക്ക് വരെ. ശരിയാണോ? അതും ശരിയാണ്. ഈ നമ്പേഴ്സ് പഠിച്ചിരിക്കുക. ഇതാണ് PSCയുടെ ചോദ്യവും PSCയുടെ ആൻസറും ഇതൊക്കെയാണ്. ഈ നമ്പേഴ്സ് പഠിച്ചിരിക്കുക. ടെക്സ്റ്റുകളൊക്കെ ചിലപ്പോൾ മാറി തിരിഞ്ഞ് കിടക്കും. ഇതാണ് കറക്റ്റ് ആയിട്ട് PSC എടുക്കുന്ന ആൻസറുകൾ. ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ കേരളത്തെ മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിങ്ങനെ തിരിക്കാം. ശരിയാണോ? ഏത് കുഞ്ഞിനും അറിയാം. ശരിയാണ്. എല്ലാം ശരിയാണ്. ഓക്കെ. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം? ഗുരുവായൂർ സത്യാഗ്രഹം ഓപ്ഷൻ ഡി 31. ഓക്കെ, 31. ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വപരമായ പങ്ക് വഹിച്ച ആദ്യത്തെ സമരം ഏത്? തെറ്റിക്കരുത്. ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വപരമായിട്ടുള്ള പങ്ക് വഹിച്ച ആദ്യ സമരം. ഇത്രയും എളുപ്പമുള്ള ക്വസ്റ്റ്യൻ നിനക്ക് ഉത്തരവാദിത്തം ഏതറേ? ഗാന്ധിജി നേതൃത്വം കൊടുത്ത ആദ്യ സമരം ഏതറേ? ചമ്പാരൻ സത്യാഗ്രഹം. അവിടെ വെച്ചോണ്ടിരിക്കുകയാണ് ചമ്പാരൻ സത്യാഗ്രഹം. ദേശീയ സമരം എന്ന് ചോദിച്ചാലാണ് നിസ്സഹകരണ സമരം. കേട്ടാ, ദേശീയ സമരമാണ് നിസ്സഹകരണ സമരം. ഓക്കെ, ആദ്യത്തെ നേതൃത്വം കൊടുത്ത സമരം ചമ്പാരൻ തന്നെയാണ്. ദേശീയ സമരം, നിസ്സഹകരണ സമരം, ഇതൊക്കെ ഒരുപാട് തവണ പറഞ്ഞതാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം? റൗലറ്റ് നിയമം. ഈ റൗലറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവം എന്നറിയോടാ? ഏതെങ്കിലും സ്ഥലമാണോ? എന്തെങ്കിലും ഒരു പ്രത്യേകതയാണോ? ഒരു വ്യക്തിയാണോ? വ്യക്തി. ആ വ്യക്തിയുടെ മുഴുവൻ പേര് എന്തെന്നറിയോ? സിഡ്നി റൗലറ്റ്. നമ്മൾ അത് പഠിക്കും കേട്ടോ. നമ്മൾ പഠിക്കുക ഒരു ഭാഗമുണ്ട് നമ്മുടെ റൗലറ്റ് നിയമവും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ മൗണ്ട് ബാറ്റൻ പദ്ധതിയൊക്കെ നിങ്ങൾക്ക് എടുത്തരാറുണ്ട്. ഓക്കെ, അതൊരു കമ്മീഷൻ എന്ന് വെച്ചാൽ കമ്മീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കമ്മീഷൻ ലീഡ് ചെയ്ത ആളുടെ പേരാണ് സിഡ്നി റൗലറ്റ്. കേട്ടാ, മനസ്സിലായോ? സിഡ്നി റൗലറ്റ്. ഓക്കെ. ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ എന്ന സംഘടനയുമായി ബന്ധമില്ലാത്തതായിരുന്നു. നമ്മൾ ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞതാണ്. ഉദ്ധം സിംഗ് ആണ് ബന്ധമില്ലാത്തത്. ഏത് വർഷം രൂപം കൊണ്ടെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലേ? ഏത് വർഷമാണ് രൂപം കൊണ്ടേ? 1920. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് അല്ല. ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ നമ്മൾ പറഞ്ഞത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഏതായിരുന്നു? സോഷ്യലിസ്റ്റ് ആണ് അല്ലേ? ഇത് 24-ലാണേ. ഇത് 24-ലാണ്. ഓക്കെ, ക്ലിയർ ആണ്. മറ്റത് 28-ല്. രണ്ടാണ്. ഓക്കെ, അതും എടുത്തു തരാം. അടുത്ത, ഇന്ത്യയിൽ ഭരണഘടനാ പരിഷ്കാരം വരുത്തുന്നതിന് ചർച്ച ചെയ്യുന്നതിന് വിളിച്ചു ചേർത്താണ് വട്ടമേശ സമ്മേളനങ്ങൾ. എല്ലാ വട്ടമേശ സമ്മേളനങ്ങളും പങ്കെടുത്ത 2 പേരുണ്ട്. ഒന്ന് അംബേദ്കർ, മറ്റേതാളുടെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് തേജ് ബഹാദൂർ സപ്രു അല്ലേ? തേജ് ബഹാദൂർ സപ്രു. ഓക്കെ, അംബേദ്കറും തേജ് ബഹാദൂർ സപ്രു. അപ്പം 40 ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി. പോകരുത്. 10 ഇംഗ്ലീഷ് ചോദ്യം കൂടെ ഉണ്ട്. ഇവിടെയാണ് നിങ്ങൾ കഴിവ് തെളിയിക്കേണ്ടത്. ഓക്കെ, ശരി, സ്റ്റാർട്ട് ചെയ്യാം. വാട്ട് പാർട്ട് ഓഫ് സ്പീച്ച് ഈസ് ദ വേർഡ് ക്വിക്കിലി? ക്വിക്കിലി എന്ന വേർഡ് ഏത് പാർട്ട് ഓഫ് സ്പീച്ചിൽ വരുന്നതെന്നാണ് ചോദ്യം. ക്വിക്കിലി, ഈസി ക്വസ്റ്റ്യൻ. ക്വിക്കിലി എന്ന് പറഞ്ഞാൽ ആഡ് വെർബാണ് അല്ലേ? ക്വിക്കിലി എന്ന് പറഞ്ഞാൽ ആഡ് വെർബാണ്. ഓക്കെ, ഒരു വെർബിന്റെ അർത്ഥത്തെ നമ്മൾ സ്പഷ്ടമാക്കാൻ വേണ്ടിയിട്ട്, ഇപ്പൊ ക്വിക്ക് എന്ന വെർബിനെ നമ്മൾ സ്പഷ്ടമാക്കാൻ വേണ്ടിയിട്ടാണ് ക്വിക്കിലി എന്ന് പറയുന്നത്. അതൊരു ആഡ് വെർബാണ്. ഓക്കെ, ആഡ് വെർബാണ്. ഓക്കെ, ചൂസ് ദ ഇൻകറക്റ്റ് സ്പെല്ലിങ്സ്. ഇതില് ഇൻകറക്റ്റ് സ്പെല്ലിംഗ് ഏതാണെന്നാണ് ചോദ്യം. നെസസറിയുടെ സ്പെല്ലിംഗ് NECESSARY. അപ്പൊ അതായത് ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. 2, 3 തെറ്റാണ്. 2, 3 തെറ്റെന്ന് പറയുമ്പോൾ ഏതൊരു ആൻസർ? നമുക്ക് വേണ്ടത് ഇൻകറക്റ്റ് സ്പെല്ലിംഗ് അല്ലേ വേണ്ടത്. അപ്പൊ ഓപ്ഷൻ ബി വരും. ഓപ്ഷൻ ബി ആണ് ആൻസർ കേട്ടോ. നെസസറി ഒക്കെ പഠിച്ചോണം. ഇത് പ്രീവിയസ് ചോദ്യം തന്നെയാണ്. ഞാൻ PSC പ്രീവിയസ് ചോദ്യം തന്നെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഡിഗ്രി പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻസ് ആണ് എടുത്തിട്ടിരിക്കുന്നത്. ഓക്കെ, നെസസറി ഇത് പഠിച്ചോണം. NECESSARY. ഓക്കെ, പഠിക്കുക. ഐഡന്റിഫൈ ദ സെന്റൻസ് വിത്ത് ദ ഇൻകറക്റ്റ് പ്രപ്പോസിഷൻ യൂസേജ്. കണ്ടുപിടി. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. He is allergic to cats. അലർജിക് ടു എന്നാണ് വരുന്നത്. അലർജിക് ടു കാറ്റ്സ്. അത് ശരിയാണ്. എവിടെയാ പേന പോയിടാ? കാറ്റ്സ്.
ഷീ ഈസ് ഫോണ്ട് ഓഫ് പ്ലേയിങ് ദ പിയാനോ. ദ ടീച്ചർ ഇൻസിസ്റ്റഡ് ഇൻ ആണോ വരേണ്ടത്, ഇൻസിസ്റ്റഡ് ഓൺ ആണ് വരേണ്ടത്. അപ്പൊ ഇതാണ് തെറ്റ്, ഓൺ ആണ് വരേണ്ടത്. ആൻസർ സി ആണ്, ഓൺ ആണ്. ഈ ഇൻസിസ്റ്റഡ് ഓൺ എന്ന് പറഞ്ഞാൽ എന്താണ്ടാ? ദ ടീച്ചർ ഇൻസിസ്റ്റഡ് ഓൺ കംപ്ലീറ്റിംഗ് ദ അസൈൻമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ അസൈൻമെന്റ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു കാര്യത്തെ നമ്മൾ അതിന്റെ ഇമ്പോർട്ടൻസ് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻസിസ്റ്റഡ് ഓൺ യൂസ് ചെയ്യുന്നത്. മനസ്സിലായ? അതായത് നെസസറി എന്നോ അല്ലെങ്കിൽ അത് ഇമ്പോർട്ടന്റ് ആണെന്നൊക്കെ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് സൂചിപ്പിക്കുന്നതാണ് ഇൻസിസ്റ്റഡ് ഓൺ എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ അസൈൻമെന്റ് വെക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്, അല്ലെങ്കിൽ അത് അത്ര അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് എന്ന് പറയുന്നത്. ഓക്കെ, അന്ന് തന്നെ നമ്മൾ നിർബന്ധിക്കുക. അത് തന്നെ. ഐഡന്റിഫൈ ദ സെന്റൻസ് വിത്ത് കറക്റ്റ് സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ്. കറക്റ്റ് സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് ഉള്ള ഓപ്ഷൻ എന്നാണ് ചോദ്യം. വളരെ ഓപ്ഷൻ ബി ആണ്, ഓപ്ഷൻ ബി ആണ് അല്ലേ? ഓപ്ഷൻ ബി. ഓക്കെ, കാരണം ഈച്ച് ഓഫ് വരുന്ന സമയത്ത് സബ്ജക്റ്റ് എന്ത് വരുവാ? സബ്ജക്റ്റ് പ്ലൂറൽ വരും അല്ലേ? നമ്മൾ ഈച്ച് ഓഫ് വരുന്ന സമയത്ത് സബ്ജക്റ്റ് പ്ലൂറൽ ആണ്, സബ്ജക്റ്റ് പ്ലൂറൽ വരും. ഓക്കെ, അടുത്ത സബ്ജക്റ്റ് പ്ലൂറൽ. അതുപോലെ തന്നെ വെർബ് ഏത് വരും? വെർബ് സിംഗുലാർ. ഓക്കെ, വെർബ് സിംഗുലാർ വരും. ഓക്കെ, ക്ലിയർ ആണല്ലോ? വെർബ് സിംഗുലാർ, അതായത് പ്ലൂറൽ നൗണ് സിംഗുലാർ വെർബ്. ഈച്ച് ഓഫ് വരുന്ന സമയത്ത്, ഈച്ച് ഓഫ് മാത്രമല്ല ഓൺ ഓഫ്, അങ്ങനെ കുറച്ച് ഓഫ് വരുന്നുണ്ട്. ഓക്കെ, ഗ്രൂപ്പ് ഓഫ് എന്നൊക്കെ പറഞ്ഞ് വരുന്ന സമയത്ത് സബ്ജക്റ്റ് അല്ലെങ്കിൽ നൗണ് പ്ലൂറലും വെർബ് സിംഗുലാറും ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് സ്റ്റുഡൻസ് ഹാസ്. അടുത്ത് സെലക്ട് ദ സെന്റൻസ് വിത്ത് പ്രോപ്പർ യൂസ് ഓഫ് ക്യാപിറ്റലൈസേഷൻ. സെന്റൻസ് കറക്റ്റ് എഴുതിയിരിക്കുന്നത് എങ്ങനെയെന്നാണ് ചോദ്യം. അതൊരു ഈസി ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ഈസി ക്വസ്റ്റ്യൻ ആണ്. ഏതാ വരുന്നത്? ഐ ആം ഗോയിങ് ടു ദ മാൾ. ഇത് എവിടെയാണ് നമുക്ക് ക്യാപിറ്റലൈസേഷൻ വരേണ്ടത്? ഓക്കെ, ബാക്കിയൊക്കെ തെറ്റാണ്. ഐക്ക് മാത്രമേ ക്യാപിറ്റലൈസേഷൻ വരത്തുള്ളൂ. ഇതൊക്കെ തെറ്റാണ്. നമ്മൾ പലരും ഇങ്ങനെയൊക്കെ എഴുതാറുണ്ട്. ഇതൊക്കെ തെറ്റാണ് കേട്ടാ. ഓക്കെ, നമ്മൾ പറയണേ എഴുതുന്ന ഇംഗ്ലീഷ് മലയാളമൊക്കെ ഓൾമോസ്റ്റ് തെറ്റാണെന്ന് PSC പരീക്ഷ എഴുതി തുടങ്ങിയ ശേഷം മനസ്സിലായി അല്ലേ നമുക്ക്? ഓക്കെ, ഐഡന്റിഫൈ ദ സെന്റൻസ് വിത്ത് ദ കറക്റ്റ് യൂസേജ് ഓഫ് ജെറണ്ട്. ഐഡന്റിഫൈ ദ സെന്റൻസ് വിത്ത് ദ കറക്റ്റ് യൂസേജ് ഓഫ് ജെറണ്ട്. സിം വരുമ്പം സ്വിമ്മിങ് നമ്മൾ പറയണം. അപ്പൊ ഷീ എൻജോയ് സ്വിമ്മിങ് ഇൻ ദ ഓഷ്യൻ. ഓക്കെ, ING ഫോമിലാണ് വരേണ്ടത്. ഓക്കെ, അപ്പൊ ആൻസർ ഏതാ? സ്വിമ്മിങ്. ഓക്കെ, സ്വിമ്മിങ്. ക്ലിയർ ആണ്. ഓക്കെ, ശരി. അടുത്ത്, വാട്ട് ഈസ് എ ടേം ഫോർ ദ എക്സസീവ് യൂസ് ഓഫ് വേർഡ്സ്? എക്സസീവ് യൂസ് ഓഫ് വേർഡ്സ്. പിള്ളേരെ, ദ എക്സസീവ് യൂസ് ഓഫ് വേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെർബോസിറ്റി ആണ് കേട്ടോ. വെർബോസിറ്റി ആണ്. മനസ്സിലായ? നമ്മൾ ഈ എലഗന്റ് അല്ലെങ്കിൽ എലഗൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എലഗൻസ്. ഓപ്ഷൻ ബി, എലഗൻസ് എന്ന് എന്താണ്ടാ? എലഗൻസ് വെച്ചാൽ വാക്ചാതുര്യമാണ്. മനസ്സിലായില്ലേ? വാക്ചാതുര്യമാണ്. അതായത് ദ ക്വാളിറ്റി ഓഫ് ഡെലിവറിങ് എ ക്ലിയർ അല്ലെങ്കിൽ ഷോർട്ട് മെസ്സേജ്. അതിനാണ് നമ്മൾ എലഗൻസ് എന്ന് പറയുന്നത്. എന്താണ് എലഗൻസ് എന്ന് പറയുന്നത്? ഓക്കെ, അതുപോലെ കൺസൈസ്നെസ് വെച്ചാൽ എന്താണ്? നമ്മൾ എലഗൻസ് എന്ന് വെച്ചാൽ വാക്ചാതുര്യമാണ്. കൺസൈസ്നെസ് വെച്ചാൽ എന്താണ്ടാ? അതായത് നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, അതായത് അൺനെസസറി വേർഡ്സ് ഒക്കെ യൂസ് ചെയ്യാതെ നമ്മൾ സംക്ഷിപ്തമായി എന്ന് പറയും. സംക്ഷിപ്തമായി പറയുക. സംക്ഷിപ്തമായി പറയുന്നതിനെയാണ് നമ്മൾ ചുരുക്കി സംക്ഷിപ്തമായി പറയുന്നതിനെയാണ് എന്ത് പറയുന്നത്? സംക്ഷിപ്തമായി പറയുന്നതിനാണ് നമ്മൾ അതിനെ പ്രിസൈസ്ലി നമുക്ക് പറയാൻ പറ്റും. അത് നമുക്ക് അനാവശ്യമായ വാക്കുകളൊന്നും യൂസ് ചെയ്യാതെ പറയുന്നതിനാണ് നമ്മൾ കൺസൈസ്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് ലക്കോണിസം എന്താണ്ടാ? ലക്കോണിസം എന്ന് വെച്ച് കഴിഞ്ഞാല് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം ഉപയോഗിക്കുക, അല്ലെങ്കിൽ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം സംസാരിക്കുക. യൂസിങ് വെരി ഫ്യൂ വേർഡ്സ് ടു എക്സ്പ്രസ് വാട്ട് യു മീൻ. മനസ്സിലായ? വളരെ കുറച്ച് വാക്കുകൾ മാത്രം, നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം പറയാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് മാത്രം സംസാരിക്കുക, അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ മാത്രം നമ്മൾ പറയുന്നതിനെയാണ് ലക്കോണിസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി, അധികം സംസാരിക്കാത്ത ഒരു ഭാര്യയെ കിട്ടിയത് എന്റെ ലക്കാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ,
അല്ലെങ്കിൽ അധികം സംസാരിക്കാത്ത ഒരു ഭർത്താവിനെ കിട്ടിയത് എൻ്റെ ലക്കാണെന്ന് ഓർത്തിരിക്കുക, ലക്കോണിസം, ഓക്കെ, അങ്ങനെയൊക്കെ ഓർത്തിരിക്കുക. ഇവിടെ ഇല്ല, അങ്ങനെ ഞങ്ങൾ ക്ലൂ പറഞ്ഞത്. ഓക്കെ, ആ ശരി. അടുത്ത, ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ ഫോർ ദ റിപ്പോർട്ടഡ് സ്പീച്ച്. പെട്ടെന്ന് ചെയ്തോളാം, സമയം ലേറ്റായി. 2 ദിവസം കൂടെ ഉള്ളു, ഇപ്പൊ കഴിയും. കിട്ടുന്നുണ്ടോ? അപ്പോൾ ഡി ആണ് ആൻസർ കേട്ടോ. ഡി ആണ് ആൻസർ. ഷീ സെഡ് ഷീ വുഡന്റ് ബി ഏബിൾ ടു അറ്റൻഡ് ദ മീറ്റിംഗ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ കേട്ടോ. ഡി. ഓക്കെ, ഡി ആണ്. ശരി. ഐഡന്റിഫൈ ദ സെന്റൻസ് വിത്ത് ദ കറക്റ്റ് യൂസേജ് ഓഫ് മസ്കുലിൻ ആൻഡ് ഫെമിനിൻ ജെൻഡർ. കറക്റ്റ് മസ്കുലിൻ ആൻഡ് ഫെമിനിൻ ജെൻഡർ വന്നിരിക്കുന്ന ഏതാണ് ചോദ്യം. ഓക്കെ, നിങ്ങൾ നോക്കിയേ, ഈ ദ ടൈഗ്രിസ് ഈസ് നോൺ ഫോർ ഹിസ് ട്രിപ്സ്. ഹിസ് എന്ന് പറയുമ്പോൾ അവിടെ പുരുഷനല്ലേ വരേണ്ടത്. അപ്പൊ അവിടെ നമുക്ക് ടൈഗ്രിസ് അല്ലല്ലോ വരേണ്ടത്. അവിടെ ഏതാ വരേണ്ടത്? ഒന്നുകിൽ ടൈഗർ വരണം, അല്ലെങ്കിൽ ഹെർ വരണം. ഓക്കെ, ഒന്നുകിൽ ടൈഗർ വരണം, അല്ലെങ്കിൽ ഈ ഇവിടെ ഹെർ വരണം. ടൈഗ്രസ് ആണെങ്കിൽ ഇവിടെ ഹെർ വരണം. അപ്പൊ അത് തെറ്റ്.